ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താങ്ക്സ് അങ്കിൾ. എന്തിനാ താങ്ക്സ്? കുറച്ചു നേരം നല്ല രസമായിരുന്നു. മൂർത്തി വലയിൽ കുടുങ്ങിയില്ലെന്ന്. അവൻ ബുദ്ധിപരമായിട്ടാ നീങ്ങുന്നത്. ഇതിനകം അവൻ ഇവിടെ വിട്ട് കാണുന്നാ എനിക്ക് തോന്നുന്നത്. നോക്കാം. എന്തായാലും ഒരു വണ്ടി പോലും വിടണ്ട. ശരി സാർ. ഗ്ലാസ് ഇപ്പൊ പൊട്ടിപ്പോയല്ലോ അങ്കിളെ. ഞങ്ങൾക്ക് ഈ വണ്ടി മൊത്തം ഒന്ന് പരിശോധിക്കണം. എന്താ സാർ? ഞാൻ മോളെ കൊണ്ട് സ്കൂളിലേക്ക് പോവാ. അതൊക്കെ പിന്നെ പോകാം. താൻ ആ വണ്ടി അങ്ങോട്ട് ഒതുക്ക്. പോലീസ് അങ്കിൾ, എനിക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. സമയത്തിനെത്തില്ലെങ്കിലേ ടീച്ചേഴ്സ് വഴക്കു പറയും. പരിശോധന കഴിഞ്ഞാലേ പോകാൻ പറ്റൂ. എങ്കിൽ പിന്നെ വേഗം പരിശോധിക്കേ. അങ്ങനെ പെട്ടെന്നൊന്നും പറ്റില്ല, സമയമെടുക്കും. എങ്കിൽ പിന്നെ നമ്മൾ പോയി വന്നിട്ട് പരിശോധിക്കാം. അങ്കിളെ, നമുക്ക് പോവാം. എടോ, തന്റെ മോളോടൊന്നും മിണ്ടായിരിക്കാൻ പറയും. മോള് മിണ്ടായിരിക്കെ. എന്തോടാ പറയുന്നത്? സാറേ, ഈ കുട്ടി വണ്ടി പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. കുട്ടിയോ? ഓഹോ, താനായിരുന്നു. ഇതാരാ? തന്റെ മോളാണോ? അല്ല, ഞാൻ അവന്തിക അസോസിയേഷന്റെ ചെയർപേഴ്സൺ അവന്തികയുടെ മോളാ. ഞങ്ങൾ ഇത്തിരി സ്വീറ്റ്സ് വാങ്ങാൻ പോയതാ. കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഡയലോഗ് അടിച്ചിട്ടല്ല മിടുക്ക് കാണിക്കേണ്ടത്. ഇത്രയും കാലം ഈ യൂണിഫോം ഇട്ടതിന്റെ എന്തെങ്കിലും ഒരു കഴിവ് സാറിനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടൊന്ന് കാണിക്കും. അല്ലാതെ സാറിന്റെ ഈ യൂണിഫോമിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന പാവങ്ങളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറണ്ട. പിന്നെ അധികകാലം സാറിന് ഈ യൂണിഫോം ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. എന്താ അങ്കിൾ, എന്റെ അമ്മ അറിയില്ലേ? അറിയാം, നല്ലതുപോലെ അറിയാം. പിന്നെന്താ അങ്കിൾ ചിരിക്കുന്നത്? അതെ, മോളുടെ അമ്മയും ഞാനും തമ്മിലൊരു ബെറ്റുണ്ട്. പക്ഷേ ആ ബെറ്റിൽ ഞാനാ ജയിക്കാൻ പോകുന്നത്. അതോർത്തപ്പോഴാ അങ്കിളിന് ചിരി വന്ന്. എന്റെ അമ്മ അങ്ങനെ ഒരിടത്തും തോക്കില്ല. ചുമ്മാ തോൽപ്പിക്കാൻ പറ്റുമെന്ന് അങ്കിളൊന്ന് നോക്കട്ടെ. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് വെയിൽ കൊള്ളുന്നതേ ആ ബെറ്റിൽ ജയിക്കാൻ വേണ്ടിയാ. താനെന്താ ഈ കുട്ടിയുടെ കൂടെ? താൻ എന്നോട് നേരത്തെ പറഞ്ഞ കഥയിൽ ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല സാർ. ചിപ്പി മോള് പഠിക്കുന്നത് എന്റെ മോളുടെ കൂടെയാ. അവര് തമ്മില് നല്ല ഫ്രണ്ട്സാ. അതോ തനിക്ക് വേറെ വല്ല ലക്ഷ്യമുണ്ടോ? തന്റെ ഉള്ളിലുണ്ടല്ലോ ചില കണക്കുകളൊക്കെ. ഇല്ല സാർ, അതൊക്കെ കോടതിയിലല്ലേ. കോടതി വിധി വരട്ടെ. ഞങ്ങൾ ആ മൂർത്തിയെ തപ്പിയുള്ള ഓട്ടത്തിലാ. തനിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞങ്ങളെ അറിയിക്കണം. അറിയിക്കാം സാർ. പിന്നെ അന്ന് സാർ അർച്ചനെ കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ആയോ? ഇല്ല, അന്വേഷിക്കുന്നുണ്ട്. വിവരം കിട്ടിയാ ഞാൻ ഉടനെ വിളിക്കാം. മോളെ, ആ സീറ്റ് ബെൽറ്റ് ഇട്ട് പോ. സോറി അങ്കിൾ, മറന്നുപോയതാ. ഇപ്പൊ ഇടാം. എന്നാ ഞാൻ പോയിക്കോട്ടെ സാർ. ശരി. താങ്ക് യു അങ്കിൾ. വെൽക്കം. സീറ്റ് ബെൽറ്റ് ഇടാത്ത തന്നെ ഫൈൻ അടപ്പിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു. ആ കുട്ടി കുറച്ച് ഓവർ സ്മാർട്ടാ. ഞാൻ ഫൈൻ അടപ്പിക്കും. സീറ്റ് ബെൽറ്റിനുള്ള 500 അല്ലടോ, അതിനേക്കാളും വലിയൊരു ഫൈൻ അടയ്ക്കേണ്ടി വരും രണ്ടുപേരും.
താങ്ക്സ് അങ്കിൾ. ആ എന്തിനാ താങ്ക്സ്? കുറച്ചു നേരം നല്ല രസമായിരുന്നു. ഇത് അങ്കിൾ എടുത്തോ. അങ്കിളിന് ചോക്ലേറ്റ് വേണ്ട, മോള് തന്നെ കഴിച്ചോ. അതെന്താ, എന്നെ ഇഷ്ടമല്ലേ? ആ ആര് പറഞ്ഞു ഇഷ്ടമല്ലാന്ന്? മോളെ അങ്കിളിന് ഒരുപാട് ഇഷ്ടമാ. എങ്കിൽ ഈ ചോക്ലേറ്റ് വാങ്ങണം. അങ്കിളെ, നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ. ഇനി ഞാൻ എടുക്കാം. ഓക്കെ. അങ്കിളെ, ഒരു മുയങ്ങട് തന്നെ. പിന്നെന്താ. അങ്കിളെ, ഇനി ഞാൻ പോട്ടെ. ടാറ്റാ. ടാറ്റാ. ഇതാരാ, മോളാണോ? ആ, അതെ, മോളാ. ഇതെവിടെ പോയി കിടക്കാ? എത്ര നേരായി പോയിട്ട്? എവിടെങ്കിലും വയന്നൂക്കി നിൽക്കുമായിരിക്കും. ബെല്ലടിക്കാറായി. ചോക്ലേറ്റ് വാങ്ങാൻ പോയ പെണ്ണിനെ കാണാനുമില്ല.